നമസ്കാരം. 18ാം ലോക്സഭയിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ജൂൺ 24-ന് താൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിവരം അറിയിക്കുന്നു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട തിരുവനന്തപുരം MP ശശി തരൂരിനെ പിന്നെ ആരും കണ്ടിട്ടില്ല. എവിടെ പോയി അദ്ദേഹം? തരൂർ എങ്ങോട്ടാണ് മുങ്ങിയത്? അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ നാട്ടിലോ അതോ വിദേശത്തോ? ഇതാണോ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ഇതിനാണോ അദ്ദേഹം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജയിച്ചത്? മൂന്നാം തവണയും ശശി തരൂരിന് അവസരം നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് തരൂർ എവിടെ എന്നറിയാൻ അവകാശമില്ലേ? 18ാം ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും പങ്കെടുക്കാൻ ശശി തരൂരിന് സാധിച്ചില്ല. ഇതിനാണോ തിരുവനന്തപുരത്തുകാർ ശശി തരൂരിന് വോട്ട് നൽകി ജയിപ്പിച്ചത്? ഇന്ത്യ സഖ്യത്തിലെ 232 MP-മാരിൽ 5 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യാത്തത്. 2 സ്വതന്ത്ര MP-മാരടക്കം ആകെ 7 പേർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ലോക്സഭയിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് MP ശശി തരൂർ, തൃണമൂൽ കോൺഗ്രസ് MP-മാരായ ശത്രുഘ്നൻ സിൻഹ, ദീപക് അധികാരി, നൂറുൽ ഇസ്ലാം, സമാജ്വാദി പാർട്ടി MP അഫ്സൽ അൻസാരി എന്നിവരും 2 സ്വതന്ത്രരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ബാക്കിയുള്ളത്. ഗുണ്ടാ നേതാവും മുൻ രാഷ്ട്രീയ നേതാവുമായിരുന്ന മുഖ്താർ അൻസാരിയുടെ സഹോദരനാണ് അഫ്സൽ അൻസാരി. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇദ്ദേഹത്തിന്റെ 4 വർഷത്തെ ജയിൽ ശിക്ഷ അലഹബാദ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ജൂലൈയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കോടതിയിൽ വരും. ശിക്ഷ ശരിവെച്ചാൽ അഫ്സൽ അൻസാരിക്ക് പാർലമെന്റ് അംഗത്വം നഷ്ടപ്പെടും. വിവിധ കാരണങ്ങളാലാണ് മറ്റ് MP-മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നത്. എന്നാൽ ശശി തരൂർ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നതിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. തരൂർ ഇന്ത്യയിലേ ഇല്ല, വിദേശത്തെവിടെയോ ആണെന്നാണ് പ്രചരിക്കുന്ന വാർത്തകൾ. വിദേശത്തിരുന്ന് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നൊക്കെ ശശി തരൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റുകളും വരുന്നുണ്ട്.